ഓക്കെ, അപ്പോൾ ലാഭവും നഷ്ടവും. അപ്പോൾ എന്താ ലാഭവും നഷ്ടവും എന്നുള്ളത് ഇപ്പോൾ സിമ്പിളായിട്ട് കേട്ടോ, നമ്മളൊരു കച്ചവടക്കാരനെ വെച്ചിട്ടാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ഓക്കെ, ഒരു ഷോപ്പുണ്ട്, ഷോപ്പ് ഓണർ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനുണ്ടെന്നിരിക്കും. ഇതാണ് ഷോപ്പ് ഓണർ, ഇതാണെന്ന് വിചാരിക്കും കേട്ടോ, ഇതാണ് ഷോപ്പ്. അപ്പോൾ എപ്പോഴും കച്ചവടക്കാരൻ ചെയ്യുന്നത് എന്താ, ഷോപ്പിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, അയാൾ അവിടെ നിന്ന് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും ഷോപ്പിലേക്ക് ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അയാൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ലാഭവും നഷ്ടത്തിൽ വരുന്ന രണ്ട് മെയിൻ ടേംസ് ആണ് വാങ്ങിയ വിലയും അതേപോലെ വിറ്റ വിലയും. ഓക്കെ, വാങ്ങിയ വില അതേപോലെ വിറ്റ വില ഓർമ്മിക്കണേ. രണ്ടും എന്താണെന്നുള്ളത്, വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്നാണ് നമ്മൾ പറയുക, അതിനെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, സിമ്പിളായിട്ട് CP എന്ന് വിളിക്കും അതിനെ ചെറുതാക്കിയിട്ട് ഷോർട്ട് ഫോമിൽ. വാങ്ങിയ വിലേനെ നമ്മളത് കോസ്റ്റ് പ്രൈസ്. ഇനി വിറ്റ വിലേനെ അപ്പോൾ എന്തായിരിക്കും വിളിക്കുന്നത്, എന്തായിരിക്കും, സെല്ലിംഗ് പ്രൈസ്, SP എന്ന് വിളിക്കും അതിനെ ഷോർട്ട് ഫോം ആയിട്ട് കേട്ടോ. കാരണം ഇക്വേഷനിൽ നിങ്ങൾ എനിക്ക് ചിലപ്പോൾ ഇക്വേഷനൊക്കെ നോക്കുമ്പോൾ CP SP എന്ന് കാണും. അപ്പോൾ അതാണ് കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, മനസ്സിലാവണം. പിന്നെ മലയാളത്തിലാണെങ്കിൽ വാങ്ങിയ വില വിറ്റ വില എന്ന ക്വസ്റ്റ്യനിലൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ആദ്യം ക്ലിയർ ആക്കി വെക്കണേ, എന്താണ് വാങ്ങിയ വില എന്താണ് വിറ്റ വില എന്നുള്ളത്. അപ്പോൾ ഷോപ്പ് ഓണർ എവിടെ നിന്നോ ഒരു വസ്തു വാങ്ങിക്കൊണ്ടോ, ഞാൻ പറയണ ഒരു പേന, അയാളൊരു പേനയാണ് എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. അയാൾ ആ പേന എവിടെ നിന്നോ വാങ്ങിക്കൊണ്ടോന്ന്, അങ്ങനെ അയാൾ വാങ്ങിയ ആ വിലയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, വാങ്ങിയ വില എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങളൊരു ഷോപ്പ് പോയി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ വാങ്ങിയ വിലയല്ലേ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലെ കൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാണ് എന്താണെന്നുള്ളത്. വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ആ ഷോപ്പ് ഓണർ ഏത് സാധനമാണോ വിൽക്കുന്നത് ആ ഓണർ അയാളുടെ വാങ്ങിച്ച വിലയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അയാൾ വാങ്ങിച്ച് വെറുതെ ഷോപ്പിൽ കൊണ്ടാക്കില്ല, അയാൾ എന്തായാലും എന്ത് ചെയ്യും, അത് വിൽക്കും. ചില കേസിൽ വില കൂട്ടി വിൽക്കും, ചില കേസിൽ വില കുറച്ച് വിൽക്കേണ്ട കേസ് വരാം. അപ്പോൾ അങ്ങനെ അയാൾ ഏത് വിലക്കാണ് വിൽക്കുന്നത്, ആ വിൽക്കുന്ന വിലയെയാണ് എന്ത് വിളിക്കുന്നത്, വിറ്റ വില അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണേ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കട്ടെ. ഒരു ഷോപ്പ് ഓണർ ഉണ്ട്, അയാൾ എന്ത് ചെയ്തു, 100 രൂപക്ക് എന്ത് ചെയ്തു, അയാൾ 100 രൂപയ്ക്കിൻ്റെ ഒരു ബക്കറ്റ് വാങ്ങിക്കൊണ്ടു വന്നിട്ട് 120 രൂപക്ക് വിറ്റു. ഓക്കെ, അയാൾ 100 രൂപയുടെ ബക്കറ്റ് വാങ്ങിയിട്ട് 120 രൂപക്ക് വിറ്റു. അങ്ങനെയുള്ള വിറ്റ വില എത്രയാണ് ഇവിടെ, വിറ്റ വില 120. വാങ്ങിയ വില എന്ന് പറയുന്നത് 100 രൂപ. ഓക്കെ, അപ്പോൾ ഇയാൾ നോക്കിക്കോളെ, അയാൾ 100 രൂപക്ക് വാങ്ങിയിട്ട് 120 രൂപക്ക് വിൽക്കുവാണ്. ആ ഷോപ്പ് ഓണറെ സംബന്ധിച്ച് ഇത് നഷ്ടമാണോ ലാഭമാണോ, ലാഭമാണ്. അപ്പൊ ലാഭം എപ്പോഴും കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നിങ്ങൾ കണ്ടോളെ, ലാഭം എന്ന് പറയുന്നത് ഈ വിറ്റ വില കൂടുമ്പോഴാണ് അല്ലെ, അയാൾ വാങ്ങിച്ച വിലയേക്കാൾ കൂട്ടിയിട്ട് വിൽക്കുമ്പോഴാണ് അയാൾക്ക് ലാഭം കിട്ടുന്നത്. അപ്പൊ ലാഭം എന്നുള്ളത് എപ്പോഴും നോക്കിക്കോ, ലാഭം എന്നുള്ളത് എപ്പോഴും വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറക്കുമ്പോഴാണ് ലാഭം കിട്ടുന്നത്. ഓക്കെ, കാരണം വിറ്റ വില എല്ലാം ഇപ്പം കൂട്ടി വിറ്റാലേ എന്ത് കിട്ടും, ലാഭം കിട്ടും. അപ്പോൾ അങ്ങനെ വിറ്റ വിലയിൽ നിന്ന് അയാൾ വാങ്ങിയ വില കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ലാഭം കിട്ടും. ഈ കേസിലാണെങ്കിൽ 100 രൂപക്ക് വാങ്ങിയിട്ട് 120 രൂപക്ക് വിൽക്കുവാണെങ്കിൽ അയാളുടെ ലാഭം എത്ര രൂപയാ, 20 രൂപയാണ് അയാളുടെ ലാഭം. ഓക്കെ, ചില കേസിൽ നഷ്ടം സംഭവിക്കും. അതെന്ന് വെച്ചാൽ അയാൾ 100 രൂപക്ക് വാങ്ങിയിട്ട് 70 രൂപക്ക് വിറ്റു. ഓക്കെ, 100 രൂപക്ക് വാങ്ങിയിട്ട് 70 രൂപക്ക് വിൽക്കേണ്ട എന്തോ കേസ് വന്നെന്ന് വിചാരിക്കും, അയാൾക്ക് പെട്ടെന്ന് വിറ്റിട്ട് ആ ഷോപ്പ് ഒഴിവാക്കേണ്ട കേസ് അങ്ങനെയൊക്കെ വരാം. അപ്പോൾ 70 രൂപക്ക് അയാൾ വിറ്റു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ, എത്ര രൂപ, 30 രൂപ. അപ്പൊ നഷ്ടം നടന്നത് എങ്ങനെയായിരിക്കും, എപ്പോഴും നഷ്ടം എപ്പോഴും ഉണ്ടാകുന്നത് വാങ്ങിയ വില കൂടുതലാകുമ്പോൾ അല്ലെ, വിറ്റ വില അതിന് വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ് വിൽക്കുമ്പോഴാണ് എന്തുന്നത്, നഷ്ടം സംഭവിക്കുന്നത്. അപ്പോൾ നഷ്ടം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, വാങ്ങിയ വിലയിൽ നിന്ന് കുറച്ചാൽ മതി, വിറ്റ വില കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ വാങ്ങിയ വില വിറ്റ വില എന്നുള്ളതൊക്കെ എപ്പോഴും നമ്മൾ പറയുന്നത് ആ ഓണർ എന്താണ്, എന്തിൻ്റെ ആണോ വസ്തുവിൻ്റെ ഓണർ, അതിനെ അയാളെ വെച്ചിട്ടാണ് എപ്പോഴും പറയാം. ഒരിക്കൽ നിങ്ങൾ വാങ്ങിക്കുന്നോ വിൽക്കുന്നോ കേസ് ഓർമ്മിക്കരുത്. നിങ്ങളൊരു ഷോപ്പ് പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുന്നത് അപ്പോൾ വാങ്ങിയ വില എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ കൺഫ്യൂഷൻ ആവും. ആ ഷോപ്പ് ഓണറാണ് അയാളുടെ വാങ്ങിയ വില വിറ്റ വില എന്ന് നമ്മൾ ഉദ്ദേശിച്ച് പറയുന്നത് എപ്പോഴും. ഓക്കെ, അതായത് ഷോപ്പ് ഓണർ ആവണമെന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ബൈക്ക് വാങ്ങിക്കും ചിലപ്പോൾ അല്ലേ, നമ്മളിപ്പോൾ ഒരു ബൈക്ക് വാങ്ങിച്ച് അപ്പം നമ്മളാണ് അതിൻ്റെ ഓണർ. എന്നിട്ട് ഞാൻ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വെക്കും. ഓക്കെ, അപ്പോൾ ഞാൻ തന്നെയാണ് അതിൻ്റെ ഓണർ ആയതുകൊണ്ട് വിറ്റ വില വാങ്ങിയ വില എന്ന് പറയുന്നത് ഞാൻ ആദ്യം വാങ്ങിച്ച വിലയാണ് വാങ്ങിയ വില, പിന്നെ ഞാൻ എത്ര രൂപക്കാണ് വിൽക്കുന്നത്
അതായിരിക്കും അതിൻ്റെ വിറ്റ വില എന്ന് പറയുന്നത്. ഓക്കെ, ഓണർ ആരാണോ അയാളുടെയാണ് ഉദ്ദേശിക്കുന്നത് വാങ്ങിയ വിലയും വിറ്റ വിലയും. ലാഭം നഷ്ടം കണക്കാക്കുന്ന ക്ലിയർ ആയല്ലോ, ലാഭം നഷ്ടം. ഇനി എപ്പോഴും ലാഭനഷ്ടം ഒന്നും സിമ്പിളായിട്ട് ചോദിക്കില്ല, എപ്പോഴും ചോദിക്കുന്നത് ശതമാനമായിരിക്കും. ലാഭശതമാനം അതേപോലെ നഷ്ടശതമാനം കാണാനാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ലാഭശതമാനം അല്ലെ നഷ്ടശതമാനം കാണാൻ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്യാം. ഇനി നഷ്ടശതമാനം, നഷ്ടമാണ് സംഭവിച്ചെങ്കിൽ നമുക്ക് നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടി വരിക. സോ നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. എപ്പോഴും താഴെ ഹരിക്കേണ്ടത് വാങ്ങിയ വില വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ വാങ്ങിയ വിലയെ നമ്മൾ എന്താ ഷോർട്ടാക്കിയിട്ട് പറയുന്ന ഓർമ്മ ഉണ്ടോ? എന്തായിരുന്നു? സി പി ആണ്. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് സി പി എന്നുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറേ കൂടെ എളുപ്പമാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സ്പീഡിലാക്കിയിട്ട് എഴുതിയിട്ട് പോവാം ഇക്വേഷനൊക്കെ എഴുതുമ്പോൾ. അപ്പോൾ എപ്പോഴും താഴെ ഹരിക്കുന്നത് വാങ്ങിയ വില സി പി വെച്ചിട്ടാണ് എപ്പോഴും ഹരിക്കുന്നത് കേട്ടോ. അപ്പോൾ മുകളിൽ ലാഭമാണോ നഷ്ടമാണെന്നുള്ളത് മുകളിൽ നിങ്ങൾ എഴുതുക. അത് അയാൾ വിറ്റ ഇതുപോലെ ഇരിക്കും, അയാളുടെ കേസ് പോലെ ഇരിക്കും, വിറ്റതും അതേപോലെ വാങ്ങിയതും. എന്നാൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞേ. ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില 60 രൂപയും വിറ്റ വില 66 രൂപയും അയാൾ ലാഭശതമാനം എത്ര? ലാഭശതമാനം എന്ന് വെച്ചാൽ എങ്ങനെയായിരുന്നു നമ്മൾ കാണുന്നത്? ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വിലയാണ്. മാറിപ്പോയിട്ട് എഴുതരുത്. മാറിപ്പോയിട്ട് എഴുതിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ആൻസറിലേക്ക് പോകും. ആൻസറിലല്ല, ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ എപ്പോഴും താഴെ എഴുതേണ്ടത് വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഭിന്നസംഖ്യയാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഭിന്നസംഖ്യയിൽ നമ്മൾ എങ്ങനെയായിരുന്നു ശതമാനത്തിലേക്ക് മാറ്റുന്നത്? എത്ര കൊണ്ട് ഗുണിച്ചിട്ടാ? 100 കൊണ്ട് ഗുണിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ 100 കൊണ്ട് ഇവിടെ ഗുണിച്ചിട്ട് ശതമാനത്തിലേക്ക് മാറ്റുന്നത്. അതാണ് 100 വരുന്നത് അവിടെ. അപ്പോൾ ഇവിടെ ലാഭം എത്രയാണ് നോക്കുക? നിങ്ങൾ 60 രൂപക്ക് വാങ്ങിയിട്ട് 66 രൂപക്ക് വിൽക്കുവാണ്. അപ്പോൾ ലാഭം എത്രയാണ് അവിടെ? 6. ഇനി വാങ്ങിയ വില എത്രയാ? ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, ആൻസറായി. നോക്കിക്കോ, 6 60 എത്ര പ്രാവശ്യം പോകും? 10 പ്രാവശ്യം. അപ്പോൾ എത്ര വരും? 100 ഡിവൈഡ് ബൈ 10. അറിയില്ല, ചെറുതാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെറുതാക്കാം. വേണേൽ 0, 10ൻ്റെ 100ൻ്റെ 0 ഒക്കെ വിട്ടുക, അങ്ങനെയൊക്കെ പല രീതി ചെയ്യാം. എങ്ങനെയായാലും അവസാനം ആൻസറിൽ എത്ര എത്തും? 100 ബൈ 10 എന്ന് പറയുമ്പോൾ 10%. നോക്കി ഈ പറഞ്ഞത് ഇതുവരെ ക്ലിയർ ആണെന്ന് പറഞ്ഞേ. ഇതുവരെ ക്ലിയർ ആയാലേ ഇനി അങ്ങോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുള്ളൂ. ബാക്കി ഇനി അങ്ങോട്ട് പറയുന്നതൊക്കെ റെഡി. അപ്പോൾ ലാഭശതമാനം നഷ്ടശതമാനം നിങ്ങൾക്കിപ്പോൾ കാണുന്ന അറിയാം. ചിലപ്പോൾ ലാഭശതമാനം ഒന്നും തരില്ല ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും: ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില 60 രൂപയും വിറ്റ വില 66 രൂപയും ആയാൽ ഓപ്ഷൻ എ 10% ലാഭം, ഓപ്ഷൻ ബി 10% നഷ്ടം, ഓപ്ഷൻ സി 20% ലാഭം 20% നഷ്ടം. ഇങ്ങനെയാണ് തരുക. അപ്പോൾ നിങ്ങൾ നോക്കണം, അയാൾ വാങ്ങിയ വിലയേക്കാൾ കൂട്ടിയിട്ടാണ് വിൽക്കുന്നതെങ്കിൽ അയാൾക്ക് ലാഭമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലാഭശതമാനമാണ് വരിക കേട്ടോ. അത് നിങ്ങൾ ചിന്തിക്കണേ അവിടെ നിന്ന്. എല്ലാം ഇപ്പോൾ ലാഭശതമാനം കാണുക, നഷ്ടശതമാനം കാണുക എന്നുള്ളതൊന്നും ചിലപ്പോൾ തരില്ല. ഓപ്ഷനിൽ ചിലപ്പോൾ ലാഭമാണോ നഷ്ടമാണോ നിങ്ങൾ ചോദിക്കും. ഒന്നുമില്ല, നിങ്ങൾ നോക്കിയാൽ മതി. വാങ്ങിയ വിലയേക്കാൾ കൂട്ടിയിട്ടാണ് വിൽക്കുന്നത്, അയാൾക്ക് ലാഭം. ഇനി വാങ്ങിയ വിലയേക്കാൾ കുറച്ചിട്ടാണ് വിൽക്കുന്നതെങ്കിൽ അയാൾക്ക് എന്തായിരിക്കും? നഷ്ടമായിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് നോക്ക്, ഇത് നഷ്ടശതമാനമാണ്. അത് നഷ്ടശതമാനം തന്നിട്ടുണ്ട്. എത്രയായിരിക്കും ഇതിൻ്റെ നഷ്ടശതമാനം വരുന്നത്? ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളത് ജസ്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത് കുറച്ച് സ്പീഡ് പോവാണേ. നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നഷ്ടം കണ്ടുപിടിക്കണം. നഷ്ടം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1500 എത്ര കുറക്കണം? 1320. എന്തായാലും മുകളിൽ എപ്പോഴും വരുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പോസിറ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ വലുതെന്ന് ചെറുത് കുറച്ചതായിരിക്കും. നഷ്ടമാണെങ്കിൽ ലാഭമാണെങ്കിലും വലുതെന്ന് ചെറുത് കുറച്ചതേ മുകളിൽ എഴുതും. ഓക്കെ, ഡിവൈഡ് ബൈ. ഇനി വാങ്ങിയ വില നോക്കാം. അവിടെ ഒരു വാച്ച് വാങ്ങി, അപ്പോൾ 1500 രൂപയാണ് വാങ്ങിയത്. ഓക്കെ, വാങ്ങിയ വില എന്നൊന്നും ചിലപ്പോൾ തരില്ല. 1500 രൂപയ്ക്ക് ഒരു വാച്ച് വാങ്ങി എന്ന് വെച്ചാൽ വാങ്ങിയ വിലയാണ് ഉദ്ദേശിക്കുന്നത് 1500 എന്നുള്ളത്. അപ്പോൾ താഴെ 1500, പിന്നെ എന്ത് ചെയ്യണം? ശതമാനത്തിലാക്കാൻ ഇൻറ്റു 100 ചെയ്യണം.
ഓക്കെ. അപ്പോൾ 1500 1320 കുറച്ച് എത്ര ഉണ്ടാവും? 1320 80 കൂട്ടി 1400 ആയി. ഒരു 100 കൂട്ടി 1500 ആയി. അപ്പോൾ എത്ര ഉണ്ടാവും? 150. ഓക്കെ. 150 ഡിവൈഡ് ബൈ 1500 ഇൻറ്റു എത്ര വരും? 100. അപ്പോൾ 2 0 ഇവിടുന്ന് 2 0 ഇവിടുന്ന് പോയി. ഇനി 15 150 എത്ര പ്രാവശ്യം പോകും നോക്കിയാൽ മതി. ഓക്കെ. ക്രിയകൾ നിങ്ങൾ മാക്സിമം പ്രോബ്ലം ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡാവും. ഈ ചെയ്യുന്നതൊക്കെ സ്പീഡായി വരും. അത് പതുക്കെ സ്പീഡായി വരികയേ ഉള്ളൂ. ഒരു 2-3 ദിവസം കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 1-2 ആഴ്ചയെങ്കിലും സ്പീഡ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യണം? ആ ബ്രെയിന് വർക്കൗട്ട് ആവണം. അപ്പോൾ 15 18 ഒരു പ്രാവശ്യം, പിന്നെ 30 ഉണ്ടാവുക. അപ്പോൾ എത്ര വരുമോ? 30 2 പ്രാവശ്യം. അപ്പോൾ ആൻസർ എത്ര വരിക? 12%. അപ്പോൾ 12% നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ. ഒന്നുമില്ല, ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ വേറെ ഒന്നുമില്ല. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയുള്ള പ്രോബ്ലമാണ്, ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റിലത്തെ ഇത് മനസ്സിലായ, ക്ലിയർ ആണ്. ലാഭശതമാനം കാണുന്നത്, നഷ്ടശതമാനം കാണുന്നതൊക്കെ അറിയാം. ഇനി എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിൻ്റാണ് പറയാൻ പോകുന്നത്. ഓക്കെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എപ്പോഴും ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനനുസരിച്ചായിരിക്കും? കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ വാങ്ങിയ വില അനുസരിച്ചായിരിക്കും കേട്ടോ. ഈ പോയിന്റ് എല്ലാം ഇപ്പോൾ മനസ്സിൽ വേണേ. എന്താ ഞാൻ പറഞ്ഞത്? എപ്പോഴും നമ്മളൊരു വസ്തുവിൻ്റെ ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? വാങ്ങിയ വിലയെ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് നിങ്ങൾക്ക് ആ ലാഭശതമാനം നഷ്ടശതമാനം കാണുമ്പോൾ തന്നെ ഇക്വേഷനിൽ എന്തുണ്ട്? താഴെ എല്ലാം എപ്പോഴും വരുന്നത് എന്താ? വാങ്ങിയ വിലയല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ക്വസ്റ്റൻ എങ്ങനെ വരിക എന്നുള്ളത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി കിട്ടിക്കോളും. അവിടെ എത്തുമ്പോൾ ഒന്ന് മനസ്സിലാവും. എപ്പോഴും ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? വാങ്ങിയ വിലയെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരിക്കലും വിറ്റ വിലയെ ബേസ് ചെയ്തിട്ടല്ല. ഇപ്പോൾ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. എന്താണ്? ഒരാൾ എന്ത് ചെയ്തു? ഒരാൾ ഒരു 200 രൂപയ്ക്ക് ബാഗ് വാങ്ങി എന്ത് ചെയ്തു? ഒരു 10% ലാഭത്തിന് വിറ്റു. ഓക്കെ. 10% ലാഭത്തിന് വിറ്റു. എങ്കിൽ വിറ്റ വില എന്ത്? ഓക്കെ. നോക്കി, ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? 200 രൂപയ്ക്ക് ഒരു ബാഗ് വാങ്ങി. അപ്പോൾ അയാൾ വാങ്ങിയ വിലയാണ് എന്ത്? 200. ക്ലിയർ ആണേ? വാങ്ങിയ വിലയാണ് 200. പിന്നീട് അയാൾ എന്ത് ചെയ്തു? 10% ലാഭത്തിന് വിറ്റു ആ ബാഗ്. 10% ലാഭത്തിന് ആ ബാഗ് വിറ്റു. അങ്ങനെയാണെങ്കിൽ വിറ്റ വില എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിമ്പിളായിട്ട് നിങ്ങളെ പേഴ്സൻറ്റേജിൻ്റെ രീതിയിലൊന്നും നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. 200 രൂപക്ക് വാങ്ങിയിട്ട് എത്ര ശതമാനം കൂട്ടിയിട്ടാണ് വെക്കുന്നത്? 10% കൂട്ടിയിട്ടാണ് വെക്കുന്നത്. ഓക്കെ. 200 രൂപക്ക് വാങ്ങി 200ൻ്റെ 10% കൂട്ടിയിട്ടാണ് വെക്കുന്നത്. 200ൻ്റെ 10% ഒറ്റയടിക്ക് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? 110. യെസ്, 110/100 ചെയ്യാം അല്ലേ? 200 × 110/100 ചെയ്താൽ എന്ത് കിട്ടും? 200ൻ്റെ 10% കൂടിയ വില കിട്ടുമല്ലോ ഒറ്റയടിക്ക്. അയാൾ ഇതെല്ലാം ഇവിടെ ചെയ്യുന്നതേ. 200 രൂപക്ക് വാങ്ങിയിട്ട് 10% ലാഭത്തിന് വെക്കുന്നല്ലേ? 10% കൂട്ടിയിട്ടല്ലേ വെക്കുന്നത് ലാഭം എന്ന് പറയുമ്പോൾ. ഓക്കെ. ലാഭത്തിന് വെക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് വെക്കുന്നത്? 10% കൂട്ടിയിട്ടായിരിക്കും വെക്കുന്നത്. അപ്പോൾ 10% കൂടിയ വില കിട്ടുന്നത് എങ്ങനെയാണ്? ഒറ്റയടിക്ക് കാണുവാണേ. ഇത് ഈ രീതിയിൽ തന്നെ ചെയ്യണേ. ഞാൻ പറഞ്ഞുതരാം. അത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രീതിയിൽ തന്നെ, അല്ലാതെ 10% 20 അപ്പോൾ 220 വിറ്റു എന്നുള്ള പെട്ടെന്ന് കിട്ടരുത്. അങ്ങനെയല്ല, ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ 10% ലാഭത്തിന് വിറ്റാൽ എങ്ങനെ വെക്കും അയാൾ? 10% കൂട്ടിയത് നമുക്ക് കിട്ടും. അപ്പോൾ 110/100നെ 100 കൊണ്ട് എന്ത് ചെയ്താൽ മതി? 200നെ ഗുണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കിട്ടും? എത്ര കിട്ടും ഇവിടെ? 200ൽ 100 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. ഇപ്പം 2 × 110 ചെയ്താൽ എത്ര കിട്ടും? 220. അപ്പോൾ 220 രൂപക്കായിരിക്കും അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ആ ബാഗ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? വിറ്റിട്ടുണ്ടാവുക. ഓക്കെ ആണ്. അപ്പോൾ ലാഭത്തിനാണെങ്കിൽ വാങ്ങിയ വിലയേക്കാൾ കൂട്ടിയിട്ടാണ് വിൽക്കുക. അപ്പോൾ മനസ്സിൽ വേണേ അത് ലാഭത്തിനാണെങ്കിൽ
വിൽക്കുന്നതെങ്കിൽ വാങ്ങിയ വിലയേക്കാൾ കൂട്ടിയിട്ടാണ് വിൽക്കുന്നത്. ഇനി നഷ്ടത്തിലാണ് വിൽക്കുന്നതെങ്കിൽ വാങ്ങിയ വിലയേക്കാൾ കുറച്ചിട്ടായിരിക്കും എപ്പോഴും വിൽക്കുന്നത്. അപ്പോഴാണ് നഷ്ടം സംഭവിക്കുന്നത്. ഇതേപോലെ തന്നെ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ പോരെ കിട്ടുന്ന ഉത്തരം വാങ്ങിയ വിലയെന്ന്? അതെ, ആ 10% കണ്ടിട്ട് അതിൽ നിന്ന് കുറച്ചാൽ പോരെന്നല്ല ചോദിക്കുന്നത്? അല്ല, കൂട്ടിയാൽ പോരെന്ന്? നഷ്ടമാണ് കുറച്ച് വാങ്ങിയ വില. ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഒരാൾ 200 രൂപയ്ക്ക് ഒരു ബാഗ് വാങ്ങി എന്ത് ചെയ്തു? 10% നഷ്ടത്തിന് വിറ്റു. 10% നഷ്ടത്തിന് വിറ്റു. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ. എത്ര രൂപക്കായിക്ക് വിറ്റിട്ടുണ്ടാവുക? അപ്പൊ 200ന്റെ 10% കുറച്ചിട്ടുള്ള വിലയാണ് കാണേണ്ടത് അല്ലേ? 200 രൂപക്ക് വാങ്ങിയിട്ട് 10% നഷ്ടത്തിനല്ല വെക്കുന്നത്. അപ്പൊ 200ന്റെ 10% കുറഞ്ഞ വില കിട്ടണം നമ്പർ. അതെങ്ങനെയാ ഒറ്റയടിക്ക് കിട്ടുന്ന എങ്ങനെയാ? 200 ഇൻറ്റു 90/100. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന അറിയണേ, നിർബന്ധമാണ്. കാരണം ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ ഈ സാധനം നിങ്ങൾക്ക് ചെയ്യുന്ന അറിയണം. അപ്പോൾ 200/100 ചെയ്താൽ മതി. 100 200 2 പ്രാവശ്യം പോകും. 2 × 90 ചെയ്ത് എത്ര ഉണ്ടാവും? 180. അപ്പോൾ 150 രൂപക്കാണ് അയാൾ എന്ത് ചെയ്തത്? വിറ്റതെന്നുള്ളത് നമുക്ക് വിറ്റ വില കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് മറ്റൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിട്ടാ? വാങ്ങിയ വില. നമ്മളിപ്പോൾ വാങ്ങിയ വില ഇവിടെ ഇപ്പോൾ വാങ്ങിയ വില 200 കറക്റ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 10% കൂട്ടുന്നത് കുറക്കുന്നതൊക്കെ 200 രൂപ വെച്ച് ചെയ്തത്. ചില കേസിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് വിറ്റ വിലയായിരിക്കും തരുക. ഓക്കെ, അങ്ങനെ വിറ്റ വില തന്നിട്ട് ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം ചോദിച്ചാൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ? നല്ലോണം ശ്രദ്ധിച്ചോണം. അപ്പോൾ വിറ്റ വില തന്നിട്ടാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ വരണേ, എപ്പോഴും ലാഭശതമാനം നഷ്ടശതമാനം കാണുന്നത് എന്തിനെ വെച്ചിട്ടായിരിക്കും? വാങ്ങിയ വില വെച്ചിട്ടായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? വിറ്റ വില തരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട് വരുന്നത്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യാന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം അവിടെ എത്തും. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഇതൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റും. ഒരാൾ ഒരു ആഴ്ച 1200 രൂപക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. ആയില്ല. അതിൻ്റെ മുന്നേ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. അതിൻ്റെ മുന്നേ ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ജസ്റ്റ് ഇതാണ് സ്റ്റാർട്ടിങ്. 500 രൂപക്ക് വാങ്ങിയ പുസ്തകം 40% നഷ്ടത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര? ചെയ്താണേ, നിങ്ങൾ ചെയ്തിട്ട് പറഞ്ഞു തരണേ. പറയുന്നില്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് നോക്കട്ടെ. കുറച്ച് പേര് 300 പറഞ്ഞിട്ടുണ്ട്. നോക്കാം എല്ലാവർക്കും കിട്ടിയത് അത് തന്നെയാണെന്ന്. യെസ്, ഏകദേശം പേരും 300 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ സ്റ്റെപ്പ് ക്ലിയർ ആണ് നോക്കിയാൽ മതി. അതായത് സ്പീഡ് കുറഞ്ഞ് ചെയ്യുന്നതിൽ സ്പീഡ് കുറവാണെങ്കിൽ കുഴപ്പമില്ല. അത് നിങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. എങ്ങനെയാണ് അപ്പോൾ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ 500 രൂപക്ക് വാങ്ങി. അപ്പോൾ വാങ്ങിയ വിലയാണ് എന്ത്? വാങ്ങിയ വിലയാണ് 500. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാഭം അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കുന്നത്. ഇനി അവർ ചോദിക്കുന്നത് എന്താ? പുസ്തകം 40% നഷ്ടത്തിലാണ് വിൽക്കുന്നത്. അപ്പോൾ 40% നഷ്ടത്തിൽ ഒറ്റയടിക്ക്, അതായത് 40% കുറയാണ്. ഏതിൻ്റെ? 500ന്റെ 40% ഒറ്റയടിക്ക് കുറഞ്ഞിട്ടുള്ള വില കിട്ടാൻ എന്തുകൊണ്ട് ഗുണിക്കണം? 60/100 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, 60/100 എത്ര? 500ൽ 5. അപ്പോൾ 5 × 60 എത്ര കിട്ടും? 300 കിട്ടും. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഏകദേശം എല്ലാവരും 300 പറഞ്ഞിട്ടുണ്ട് കുറേ പേര്.
ഏകദേശം കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച കാര്യം നോക്കണേ. ഞാൻ ഇവിടെ ഇപ്പോൾ ആ വാങ്ങിയ വില എന്ന് എഴുതി 500 എന്ന് എഴുതിയതിന് ശേഷമാണ് അതിൻ്റെ ശതമാനം, ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കാണാൻ തുടങ്ങിയത്. ഇനി പക്ഷേ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുക ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഒരാൾ ഒരു വാച്ച് 1200 രൂപയ്ക്ക് വിറ്റപ്പോൾ കണ്ടോളെ 20% ലാഭം കിട്ടി. വാച്ചിൻ്റെ വാങ്ങിയ വില എന്ത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? വാങ്ങിയ വിലയല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആ ലാഭശതമാനം കണക്കാക്കുന്നത് എന്തിനെ വെച്ചായിരുന്നു? അല്ലപ്പോ വാങ്ങിയ വിലയാണ്. അപ്പോൾ വാങ്ങിയ വിലേൻ്റെ 20% ലാഭത്തിന് വിറ്റപ്പോഴാണ് എത്ര കിട്ടുന്നത്? 1200 രൂപ കിട്ടുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിലാക്കി ജസ്റ്റ് ഒന്ന് എഴുതുക. ഞാൻ എഴുതുവാണ് വാങ്ങിയ വില. വാങ്ങിയ വില നമുക്കറിയില്ല, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വാങ്ങിയ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാങ്ങിയ വില എനിക്കറിയില്ലേ. വാങ്ങിയ വില ഇൻറ്റു എന്താ ചെയ്യുന്നത് ഇവിടെ? നഷ്ടമാണോ ലാഭമാണോ? ലാഭം. അതായത് വാങ്ങിയ വിലേൻ്റെ 20% ലാഭം. അതെങ്ങനെ നമ്മൾ എഴുതുക? വാങ്ങിയ വില ഇൻറ്റു 120. അങ്ങനെ വിറ്റപ്പോഴാണ് എത്ര രൂപ കിട്ടുന്നത്? 1200 രൂപ കിട്ടുന്നത്. കണ്ടോളെ, ഇവിടെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചത് നോക്കാം. അവർ നേരത്തൊക്കെ ഡയറക്റ്റ് ആയിരുന്നു ചോദിച്ചത്. നേരത്തൊക്കെ ഡയറക്റ്റ് വിറ്റ വിലയെന്ന് ചോദിച്ചത് ഒരു കുഴപ്പമില്ല, കാരണം വാങ്ങിയ വില ഡയറക്റ്റ് അവർ തരുമായിരുന്നു ക്വസ്റ്റ്യനിൽ. അപ്പം നേരെ അതിനെ വെച്ചിട്ട് പെർസെൻറ്റേജ് കണ്ടാൽ മതി. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് വാങ്ങിയ വില തന്നിട്ടില്ല. വാങ്ങിയ വില തരാത്തത് കൊണ്ട് നമുക്ക് അറിയില്ലത്. അപ്പോൾ പക്ഷെ ഒരു കാര്യം എന്താ, വാങ്ങിയ വിലയേക്കാൾ 20% കൂട്ടിയിട്ടാണ് വിൽക്കുന്നതെന്ന് അറിയാം. അപ്പോൾ വാങ്ങിയ വില ഇൻറ്റു 120/100 ചെയ്താൽ ആ വിറ്റ വില കിട്ടും അല്ലേ? ആ ലാഭം എത്രയാണ് അയാൾക്ക് കിട്ടിയത്, എത്ര രൂപക്കാണ് വിറ്റത്, അത് കിട്ടും. 1200 എന്നുള്ളത് കിട്ടും. ഈ ഇക്വേഷൻ എഴുതിയത് ആയിക്കോ ഇല്ലെന്ന് പറഞ്ഞു നിങ്ങൾ. ഈ ഇക്വേഷൻ എഴുതിയത് ഈ സാധനം, ഇതിന്റെ തിയറി എന്താണ്? വാങ്ങിയ വില എത്രയാണോ അത് അവിടെ നിൽക്കട്ടെ. വാങ്ങിയ വിലയേക്കാൾ എന്ത് ചെയ്ത് നമ്മൾ 20% കൂട്ടി. വാങ്ങിയ വിലയേക്കാൾ 20% കൂട്ടി വിറ്റു. അങ്ങനെ വിൽക്കുമ്പോൾ എത്രയായിട്ട് അത് മാറി? 1200 മാറി അല്ലേ? വാങ്ങിയ വില എത്രയാണ്? ഞാൻ പറയാണ് ചിലപ്പോൾ 800 ആയിട്ടായിരിക്കും, എന്തോ ആവട്ടെ 800 ആയിട്ടായിരിക്കും ചിലപ്പോൾ. പക്ഷെ അത് 20% കൂട്ടി വിറ്റപ്പോൾ അത് എത്രയായിട്ട് മാറി? 1200 രൂപയായിട്ട് മാറി. അതായത് വിറ്റ വില എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? വാങ്ങിയ വിലയേക്കാൾ 20% കൂട്ടി വിൽക്കുന്നത്. അതാണ് നമ്മൾ ഈ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതിയത്. വാങ്ങിയ വില ഇൻറ്റു 120/100 ചെയ്തപ്പോൾ എത്ര കിട്ടി? 1200 കിട്ടി. അപ്പൊ ഇതെങ്ങനെയാ വന്നത്? ഈ സംഭവം എങ്ങനെയാണ് വന്നത്? ഓക്കെ, അങ്ങനെയാണ് വാങ്ങിയ വില എത്രയായിരിക്കും? ഒന്നുമില്ല, ഒപ്പമുള്ള 120 100 അങ്ങ് വലത്തോട്ട് കൊണ്ടുപോകാം. ഓൾറെഡി വലത് സൈഡിൽ 1200 ഉണ്ടേ. താഴെ നിന്ന് പോകുന്ന 100 എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. മുകളിലുള്ള 120 എന്നുള്ള എന്ത് ചെയ്യും? താഴോട്ടും വരും. ക്ലിയർ? ചെയ്താൽ എത്ര ഉണ്ടാവും? 120 ഇവിടെയും പോയി. എത്ര ഉണ്ടാവും? 100 × ഒരു 10 ബാക്കി ഉണ്ടാവും. അപ്പോൾ 10 ഇവിടെ ഉണ്ടാവുക കേട്ടോ. 100 × 10 ചെയ്താൽ 1000. അപ്പോൾ 1000 ആണ് എന്ത്? ആ വാച്ചിൻ്റെ വാങ്ങിയ വില. നിങ്ങൾ നോക്ക്, 1000-നെ നോക്കി നോക്ക്. നിങ്ങൾ 1000-നെ 20% കൂട്ടി വിറ്റോക്ക്. എത്ര രൂപ ഉണ്ടാവും ആ വാച്ചിന്? 1200 രൂപ ഉണ്ടാവും. 1000-നെ 20% ലാഭത്തിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു വാച്ച് ഉണ്ട്, 1000 രൂപയുടെ വാച്ച് ഉണ്ട്. നിങ്ങളത് 20% കൂട്ടി വിൽക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കും? അത് 1200 രൂപയ്ക്ക് വിൽക്കേണ്ടി വരിക 20% ലാഭത്തിന് വിൽക്കുകയാണെങ്കിൽ. ഓക്കെ, 1000-ൻ്റെ 20% 200, അങ്ങനെ 1200 രൂപയ്ക്ക് വിൽക്കുക. പക്ഷേ ഈ ഇക്വേഷൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ അറിയണം. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഒന്നുമില്ല, 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. അടുത്തതാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ആ ഇക്വേഷൻ ഉണ്ടാക്കിയ ഒരു മേശ 720 രൂപയ്ക്ക് വിറ്റപ്പോൾ. അപ്പോൾ ആദ്യത്തെ വായനയിൽ നിങ്ങൾക്ക് വിറ്റ വിലയാണോ വാങ്ങിയ വിലയാണോ തന്നെന്നുള്ളത് എന്ത് ചെയ്യണം? അവിടെ കത്തണം. എന്നിട്ട് ഇക്വേഷൻ ഉണ്ടാക്കാൻ നിൽക്കാവും. പിന്നെ നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് നോക്കേണ്ട ഒരു കേസ്. ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. കിട്ടുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്.
ചെയ്തോ. അപ്പോൾ ആ ഇക്വേഷൻ ജസ്റ്റ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ പിന്നെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം തന്നിരിക്കുന്നത് എന്താ, വിറ്റ വിലയാണ് തന്നിരിക്കുന്നത്. അത് എത്ര രൂപയാണ്, 720 രൂപ. ഇനി എന്താ 25% എന്താ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചത് കേട്ടോ. നഷ്ടമാണ് സംഭവിച്ചത്. എത്രയാ, 25%. അപ്പോൾ നഷ്ടം അല്ലെങ്കിൽ ലാഭം എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, വാങ്ങിയ വില. അപ്പോൾ വാങ്ങിയ വിലേൻ്റെ 25% നഷ്ടമാണ് ഈ 720 എന്ന് പറയുന്നത്. അതായത് വിറ്റ വില, വാങ്ങിയ വിലേൻ്റെ 25% നഷ്ടമാണ് 720. അപ്പോൾ എങ്ങനെയാണ് വാങ്ങിയ, അത് 25% നഷ്ടം എന്ന് വെച്ചാൽ 25% കുറവാണ്. അപ്പോൾ വാങ്ങിയ വിലേൻ്റെ 25% കുറഞ്ഞ വാല്യൂ എങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് കണ്ടുപിടിക്കുന്നത്, വാങ്ങിയ വില ഇൻറ്റു 75/100. അറിയണേ, ഈ സാധനം ചെയ്യുന്ന അറിയണേ. പെർസെൻറ്റേജ് നിങ്ങൾ ആരും കാണാത്തവരുണ്ടെങ്കിൽ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് ഒന്ന് കാണണേ. ഇൻറ്റു 75/100. അപ്പോൾ വാങ്ങിയ വിലേൻ്റെ 75/100 ആണ് എത്ര തന്നിരിക്കുന്നത് ഇവിടെ, 720. അപ്പോൾ വാങ്ങിയ വില കണ്ടുപിടിക്കൊന്നുമില്ല, നമ്പേഴ്സ് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. വാങ്ങിയ വില ഈക്വൽ ടു 100 75 ഉണ്ടോ, അപ്പോൾ 720 ഇൻറ്റു 100 ആവും, താഴെ 70. അങ്ങനെ ചേർത്താൽ 25 കൊണ്ടായിരിക്കല്ല, മോളും താഴെ ആയിരിക്കും നല്ലത്. 100-ൽ 25 4 പ്രാവശ്യം, 75-ലാണെങ്കിൽ 3 പ്രാവശ്യം. ഇനി 3 75 എത്ര പ്രാവശ്യം പോകും, 7-ൽ എത്ര പ്രാവശ്യം പോകും, 2 പ്രാവശ്യം. പിന്നെ 12 ആയിട്ട് മാറിയത്, 12-ൽ എത്ര പ്രാവശ്യം പോകും, 4 പ്രാവശ്യം. പിന്നെ ഒരു 0, 240 ചെയ്ത് നോക്കണേ. അപ്പോൾ 240 ഇൻറ്റു 4 ചെയ്താൽ നമ്മുടെ ആൻസർ ആവും. അപ്പോൾ 4 0 0, 4 ഇൻറ്റു 4 16 ഒന്ന് ബാക്കി, 2 4 8 1 9. അറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി, 720 75 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി, ഡയറക്റ്റ് ആയിട്ട് ഹരിച്ചു നോക്കിയാൽ മതി കേട്ടോ. വെട്ടിച്ചെറുതാക്കുന്നത് അത്ര പിടുത്തമില്ലെങ്കിൽ ഹരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ 960 കിട്ടും. നോക്ക്, ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണ്. നോക്കി, ഈ ഒരു മോഡൽ അധികം നിങ്ങൾക്ക് ചോദിച്ച് കാണുന്നുണ്ട്. പ്രീവിയസിലൊക്കെ ഇങ്ങനെ ഒരു മോഡൽ സാധനം ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഒരു മേശ, ഇതിപ്പോൾ എന്താ, എപ്പോഴും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ 70 ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എപ്പോഴും നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഈ 75/100 അല്ലെ 125/100 എന്നൊക്കെ ഉള്ളത് എപ്പോഴും ഗുണിക്കുന്നത് വാങ്ങിയ വിലേൻ്റെ ഒപ്പമായിരിക്കും ഗുണിക്കുന്നത്. കാരണം വാങ്ങിയ വിലേനെ വെച്ചിട്ടാണ് നമ്മൾ നഷ്ടം ലാഭം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വാങ്ങിയ വിലേനെ വെച്ച് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, വിറ്റ വില എന്ന് പറയുന്നത്. അങ്ങനെ വില കുറച്ചോ കൂട്ടിയിട്ടോ വിൽക്കുമ്പോഴാണല്ലോ വിറ്റ വില കിട്ടുന്നത് നമുക്ക്. ക്ലിയർ ആണേ. ആ വാങ്ങിയ വിലയിൽ കുറവോ കൂടുതലോ ഉണ്ടാക്കിയിട്ടാണല്ലോ വിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങളൊരു മൈൻഡിൽ ഉണ്ടാവണം. കൺസെപ്റ്റ് മൈൻഡിൽ ഉണ്ടെങ്കിലേ കുറച്ചൊക്കെ പെട്ടെന്ന് സ്പീഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, പേഴ്സൻറ്റേജ് ബാക്കിയൊക്കെ പേഴ്സൻറ്റേജ് ആണ്. ഈ ഒറ്റ കൺസെപ്റ്റ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. മെയിനായിട്ട് പ്രോഫിറ്റ് ലോസിലുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഓക്കെ, ഒന്നാമത് അവിടെ നിന്ന് കേട്ടോ. ഇനി ഈ ഒരു ടൈപ്പ്, ഇതൊരു പ്രത്യേക മോഡൽ, ഇതും നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, 8 സാധനങ്ങളുടെ വാങ്ങിയ വില 10 സാധനങ്ങളുടെ വിറ്റ വിലക്ക് തുല്യമെങ്കിൽ നഷ്ടശതമാനം എത്ര? ഓക്കെ, അങ്ങനെയാണ് ചോദിക്കുന്നത്. ഇത് തിരിച്ചു ചിലപ്പോൾ ചോദിക്കുക, 10 സാധനങ്ങളുടെ വാങ്ങിയല്ല 8 സാധനങ്ങളുടെ വിറ്റ വിലക്ക് തുല്യമെങ്കിൽ നഷ്ടശതമാനം എത്ര? ഒരു ട്രിക്ക് ഉണ്ട്, ആ ട്രിക്കാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ട്രിക്ക് അല്ലാതൊക്കെ ചെയ്യാം. വേണേ ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ആൻസർ കിട്ടും. അത് ആ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡ് ബൈ വിറ്റ എണ്ണം ഇൻറ്റു 100 ചെയ്താൽ എന്ത് കിട്ടും, ഇതിൻ്റെ ലാഭശതമാനം അല്ലെ നഷ്ടശതമാനം കിട്ടും. ഓക്കെ, എന്താ പറഞ്ഞാൽ ഇതൊരു പ്രത്യേക മോഡലാണ്. 8 സാധനങ്ങളുടെ വാങ്ങിയ വില 10 സാധനങ്ങൾ വിറ്റ വിലക്ക് തുല്യമെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. നമ്പേഴ്സ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക, ഈക്വേഷൻ ഓർത്ത് വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതാ. അല്ലെങ്കിൽ ഞാൻ കൺസെപ്റ്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എണ്ണങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരിക, 8 സാധനങ്ങൾ വാങ്ങി 10 സാധനങ്ങളാണ് വെക്കുന്നത്. എത്ര എണ്ണത്തിന്റെ വ്യത്യാസം ഉണ്ട് അവിടെ, 2 ഡിവൈഡ് ബൈ വിറ്റ എണ്ണം. എത്ര എണ്ണം വിറ്റെന്നാ ചോദിക്കുന്നത്, എത്ര എണ്ണം വിറ്റു, 10 എണ്ണം വിറ്റു. അപ്പോൾ ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, ഒന്നുമില്ല. അപ്പോൾ 10 എത്ര പ്രാവശ്യം പോകും, 10 പ്രാവശ്യം പോകും. 2 ഇൻറ്റു 10 ചെയ്താൽ 20% നഷ്ടം. ഓക്കെ, അതിങ്ങനെ തന്നെ ചോദിക്കട്ടെ, ശതമാനം അല്ലെ ലാഭശതമാനം എത്രയാണെന്ന് തന്നെയാണ് ചോദിക്കുക. അത് 20%. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇക്വേഷൻ പഠിച്ചെടുക്കുന്നത് കുറച്ചുകൂടി എളുപ്പം.
അല്ലെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ 1-2 മോഡൽ കൂടി ഒന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞുതരാം. പറഞ്ഞേ. ആ ഇവിടെ ഇവിടെ നോക്കണേ. ഇവിടെ തൊട്ട് മുന്നത്തെ കേസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 8 സാധനങ്ങളുടെ വാങ്ങിയ വില, 10 സാധനങ്ങളുടെ വിറ്റ വില. ഇവിടെ നഷ്ടം സംഭവിക്കുന്നത്, ഇതെങ്ങനെ നഷ്ടം സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു കച്ചവടക്കാരനില്ലേ, അയാൾ എന്ത് ചെയ്തു? 8 സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് അയാൾ 10 സാധനങ്ങൾ വിൽക്കണം. അതിന് തുല്യമാണെങ്കിൽ 10 സാധനങ്ങൾ വിൽക്കേണ്ട കേസ് വന്ന്, അപ്പോൾ അയാൾക്ക് എന്താ ഉണ്ടാവുക? അവിടെ നഷ്ടം ഉണ്ടാവുക. ഓക്കെ, ഒന്ന് അങ്ങനെ ചിന്തിക്കാൻ മതി, നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത്. ക്ലിയർ ആണ്? ഒരാൾ 20 പേനകൾ വാങ്ങിക്കൊണ്ടുവന്ന് 25 പേനകൾ വിൽക്കേണ്ട കേസ് വന്ന്, അപ്പോൾ അയാൾക്ക് നഷ്ടമായിരിക്കുമോ ലാഭമായിരിക്കോ? ലാഭം. ആ 20 പേനകൾ വാങ്ങിയതിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ 25 പേന വിൽക്കേണ്ട കേസ് വന്നു, അപ്പോൾ അയാൾക്ക് എന്തായിരിക്കും? നഷ്ടമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നഷ്ടമായിരിക്കും ഉണ്ടാവും. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഈ കേസിൽ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, നേരെ ശതമാനം കണ്ടുപിടിച്ചാൽ മതി, ഇക്വേഷൻ മാത്രം വെച്ചാൽ മതി. ഇവിടെ എങ്ങനെ ഇക്വേഷൻ വരിക? ഇപ്പോൾ 20 പേനകളുടെ വാങ്ങിയ വിലയും 25 പേനകളുടെ വിറ്റ വിലയും തുല്യമാണ് എങ്കിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ഓക്കെ, ഇവിടെ എന്താ എങ്ങനെ ഓർമ്മിക്കേണ്ടത്? കച്ചവടക്കാർ 20 പേനകൾ വാങ്ങിക്കൊണ്ടുവന്ന്, എന്നിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വന്ന്? 25 പേന വിൽക്കേണ്ടി വന്ന്. കാരണം അത് തുല്യമാണെന്നല്ല പറയുന്നത് രണ്ടും. ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ 20 പേന വാങ്ങിക്കൊണ്ടുവന്നിട്ട് അയാൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ 25 പേന വിൽക്കേണ്ടി വന്നിട്ട് എന്തായാലും അയാൾക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. അവിടെ ഉറപ്പായിട്ട് നഷ്ടമായിരിക്കും. കാരണം 25 പേന അയാളുടെ കയ്യിൽ നിന്ന് പോയല്ലോ, അപ്പോൾ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി? മുകളിലുള്ള ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനോ എന്ത് ചെയ്താൽ മതി? ഒന്ന് വെച്ചാൽ മതി. എന്താണ് വ്യത്യാസം? ഡിവൈഡ് ബൈ വിറ്റാണ്. നിങ്ങളുടെ വ്യത്യാസത്തിൽ എവിടെ? 5. ഇനി വിറ്റാണ്. എത്ര എണ്ണം വിറ്റ് നോക്കാം. 20 പേനകൾ വാങ്ങിയിട്ട് 25 പേനകളാണ് വിൽക്കുന്നത്. ഡിവൈഡ് ബൈ 25 × 100. ഓക്കെ, അപ്പം 25 100 പ്രാവശ്യം പോകും, 4 പ്രാവശ്യം പോകും, 4 5 20. അപ്പോൾ 20% എന്താ വരിക? 20% നഷ്ടമാണ്. 20% നഷ്ടം. ഈ മോഡൽ നിങ്ങളൊന്നെങ്കിൽ ഈ മോഡൽ എഴുതി വെച്ചിട്ട് അതേപോലെ പഠിക്കണേ. ഈ മോഡൽ ഇതുപോലെ തന്നെയായിരിക്കും ചോദിക്കുക. ഇത്ര സാധനങ്ങളുടെ വാങ്ങിയ വിലയും ഇത്ര സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ ശരിക്കുള്ള മെത്തേഡ് അറിയണമെങ്കിൽ ഞാൻ ജസ്റ്റ് ലാസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിൽ നമുക്ക് ഇത് പറഞ്ഞാൽ ഏകദേശം മോഡലാവും. നിങ്ങൾക്ക് ചോദിക്കുന്ന ടൈപ്പ് ഏകദേശം ആയിട്ടുണ്ടാവും. ഓക്കെ, 240 രൂപ വിലയുള്ള 2 സാധനങ്ങൾ വിറ്റപ്പോൾ എന്ത് ചെയ്തു? എപ്പോഴും ഇതൊരു മോഡലാണേ. ഒന്നിന് 10% ലാഭവും മറ്റേതിന് 10% നഷ്ടവും ഉണ്ടായി. ഓക്കെ, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ നമ്പർ സെയിം ആയിരിക്കും. ആ രീതിയിലാണ് ചോദിക്കുക. ഒന്നിന് 20% ലാഭവും മറ്റേതിന് 20% നഷ്ടവും ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ? റെഡി? അപ്പോൾ എപ്പോഴും കാണേണ്ടതെന്നാ അറിയോ നിങ്ങൾ? x²/100% നഷ്ടമായിരിക്കും എപ്പോഴും ഉണ്ടാവുക. എന്താ പറഞ്ഞത്? x²/100% നഷ്ടം. ഈ എക്സ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന പെർസെൻറ്റേജ്. ഓക്കെ, 2% തുല്യമായിട്ടാണ് തരിക. ആ മോഡലിനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 20% ലാഭമോ അല്ലെ 20% നഷ്ടം, അല്ലെ 15% ലാഭം 15% നഷ്ടം. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 10% ലാഭം 10% നഷ്ടമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എത്ര കൊടുക്കണം? ഇവിടെ എത്ര കൊടുക്കണോ? 10. ഓക്കെ, അപ്പോൾ 10² ഡിവൈഡ് ബൈ എന്ത് കിട്ടുമോ? 100. അപ്പോൾ 10² ഡിവൈഡ് ബൈ 100 എന്ന് വെച്ചാൽ എത്രയാ? 10² എത്രയാ? 100. 100 ഡിവൈഡ് ബൈ 100 എന്ന് വെച്ചാൽ എത്രയാ? 1. അപ്പോൾ 1% നഷ്ടം. ഇവിടെ ഒരിക്കലും ഇതൊന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ മോഡൽ നോക്കുക. ഇതിൻ്റെ മോഡൽ എങ്ങനെ മോഡൽ ചോദിക്കുന്നത് വെച്ചാൽ ഇതൊന്നും നോക്കണ്ട. ഒരു വസ്തു വിറ്റപ്പോൾ ഒന്നിന് 10% ലാഭവും മറ്റേതിന് 10% നഷ്ടവും ഉണ്ടായി എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു പേന വിറ്റപ്പോൾ 2 പേന വിറ്റപ്പോൾ ഒന്നിന് 5% ലാഭവും മറ്റേതിന് 5% നഷ്ടവും ഉണ്ടായി.
ഓക്കെ, ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവസാനം അവർ ചോദിക്കുന്നത് കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് എപ്പോഴും ചോദിക്കുക. എത്ര ശതമാനം നഷ്ടമാണ് ലാഭമാണെന്നുള്ളത്. അപ്പോൾ എപ്പോഴും നഷ്ടമാണ് അങ്ങനെയുള്ള കച്ചവടത്തിൽ വരും കേട്ടോ. എപ്പോഴും കച്ചവടത്തിൽ നഷ്ടമാണ് അങ്ങനെ ഉണ്ടാവുക. ആ ശതമാനം, നഷ്ട ശതമാനം കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. x²/100%. എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെ ക്വസ്റ്റ്യനിലെ പെർസെൻറ്റേജ് എത്രയാണോ അതാണ് എക്സ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 10 ആയതുകൊണ്ട് ഞാൻ എക്സിൻ്റെ സ്ഥാനത്ത് 10 കൊടുത്തു. അപ്പോൾ 10² / 100 ഇക്വേഷനിലുള്ളതാണ് 100%. അപ്പോൾ 10² എന്ന് വെച്ചാൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റണം. 10² 100 എന്ന് മാറ്റുക. അപ്പോൾ 100/100 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എത്രയാ, 1% നഷ്ടമായിരിക്കും ഈ കേസിൽ ഉണ്ടാവും അയാൾക്ക്. ഇനി അടുത്ത വേറെ ക്വസ്റ്റ്യൻ നോക്ക്. ഇതിൻ്റെ കേസ് നിങ്ങൾ പറഞ്ഞേ. ഇതിലൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾക്ക് ആ നമ്പറിനെ നോക്കേണ്ട ആവശ്യമില്ല. ആ ട്രിക്ക് ഉപയോഗിക്കുമ്പോൾ ഇവിടെ 5600 രൂപേനെ വെച്ചിട്ട് നിങ്ങൾ വേറൊന്നും കണ്ടുപിടിക്കണ്ട. ശരിക്കും ആ ലാഭം നഷ്ടം ഒരേ നമ്പർ തന്നെ തരുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? ഒരു കച്ചവടക്കാരൻ രണ്ട് ഫോണുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കും ഏകദേശം ഇതേ മോഡലായിരിക്കും. പിന്നെ സെയിം പെർസെൻറ്റേജ് വാല്യൂ കൂടി കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. അപ്പോൾ ഓരോന്നിനും 5600 രൂപ വെച്ച് വിൽക്കുന്നു. ഒന്നിന് 25% ലാഭവും മറ്റേതിന് 25% നഷ്ടവും വന്നു എങ്കിൽ കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? എന്തായിരുന്നു ഇക്വേഷൻ? 100% നഷ്ടം. അത് മറന്നു പറ്റേ, കാരണം ഇതിന്റെ സെയിം വാല്യൂ ലാഭം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ ഉണ്ടാവും എപ്പോഴും. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് കൊടുത്തിട്ട് എത്രയാ? 25² നഷ്ടമാണ് ഇവിടെ വരിക. 25ന്റെ സ്ക്വയർ എത്രയാ? 625 625 /100% നഷ്ടം. 625/100 എന്ന് വെച്ചാൽ എത്ര ഉണ്ടാവും? 2 0 താഴെ. അപ്പൊ മുകളില് പോയിന്റ് 2 സംഖ്യ വരുന്ന രീതിയിൽ പോയിന്റ് കൊടുക്കാം. 6.25% ഓപ്ഷൻ സി. ഇത് അല്ലാത്ത മെത്തേഡ് ചെയ്യുന്നതാണെങ്കിൽ ഇത് കുറേ ചെയ്യാനുണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കുള്ള മെത്തേഡ് ഉണ്ട് നമുക്ക്. നിങ്ങൾ നോക്കിയ ഒരു കച്ചവടക്കാരൻ എന്താണ്, ഒരു ഫോൺ 5600 രൂപക്ക് വിൽക്കുവാണ്. ഒന്നിന് 25% ലാഭം കിട്ടി. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആ കേസിൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് ആ വാങ്ങിയ വില കണ്ടുപിടിക്കാം അല്ലേ? വിൽക്കുന്നില്ല ഇവിടെ 25%. നേരത്തെ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അന്നേരം ഞാൻ പറഞ്ഞില്ല. നമുക്ക് ഇവിടെ വാങ്ങിയ വില കണ്ടുപിടിക്കാം. ഇവിടെയും വാങ്ങിയ വില കണ്ടുപിടിക്കാം 25% നഷ്ടത്തിലാണെങ്കിൽ. അപ്പോൾ 2ൻ്റെ വാങ്ങിയ വില കിട്ടും, 2ൻ്റെ വിറ്റ വിലയും കിട്ടും. അപ്പം നിങ്ങൾ കണ്ടുപിടിക്കാമല്ലോ നഷ്ട ശതമാനം അല്ലേ ലാഭ ശതമാനം. അപ്പോൾ അത് ചെയ്യുന്നത് കുറച്ച് ലെങ്തി പ്രോസസ്സായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രിക്ക് പഠിച്ചു വെക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ 2% മാറ്റിയിട്ടൊന്നും തരില്ല. അങ്ങനെ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കണ്ട. ഒന്നിന് 25% ലാഭവും മറ്റേതിന് 10% നഷ്ടവും എന്ന് തരൂല കേട്ടോ. അങ്ങനെ ചോദിക്കില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കില്ല. ഹയർ എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും ചോദിച്ച് കണ്ടില്ല കേസൊന്നും. അപ്പൊ സാർ ഇതിൽ തന്നെ വിലക്കൊരു പ്രാധാന്യം ഇല്ലല്ലേ? അങ്ങനെയല്ല, ഈ 5600 രൂപ അതുമായിട്ടൊരു കണക്ഷനും ഇല്ലല്ലോ. അതിപ്പോൾ നിങ്ങൾ ഏത് വിലേൻ്റെ സാധനവും 25% ലാഭം 25% നഷ്ടം എന്നുള്ള രീതിക്ക് വിറ്റാൽ എപ്പോഴും നിങ്ങൾക്ക് 6.25%, ആ വിലയുടെ 6.25% എപ്പോഴും നഷ്ടമായിരിക്കും. ഓക്കെ, അതാണ് ഇതിലെ. ഇത് വേണമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല അങ്ങനെ, പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് ഈ ഒരു മോഡൽ കൂടി നോർമൽ എക്സാമിനൊക്കെ ചോദിച്ച് കാണലുണ്ട്. ഇപ്പോൾ 2 രൂപയ്ക്ക് 3 നാരങ്ങ വാങ്ങി 3 രൂപയ്ക്ക് 2 നാരങ്ങ എന്ന തോന്നിൽ വിൽക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് മുന്നേ ചോദിച്ചിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. ഇത് കോമൺ ആയിട്ട് എക്സാമുകളിൽ ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. 2 രൂപയ്ക്ക് 3 നാരങ്ങ വാങ്ങി 3 രൂപയ്ക്ക് 2 നാരങ്ങ എന്ന തോതിൽ വിൽക്കുന്നു. അങ്ങനെയാണ് ലാഭ ശതമാനം എത്ര എന്നുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ അതിൻ്റെ ഇതാണ് എഴുതുക. അതിൻ്റെ ട്രിക്കി രൂപമാണ് ഈ ചെയ്തത്. അതായത് A രൂപക്ക് B സാധനങ്ങൾ വാങ്ങിയിട്ട് B രൂപയ്ക്ക് A സാധനങ്ങൾ വിറ്റാൽ അതിലെ ലാഭ ശതമാനം നടന്ന് എത്രയാണെന്നുള്ളത്. B² - A² / A² × 100.
ഓക്കെ, ഇത് ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നുകൂടി. ഞാൻ നോക്കട്ടെ, ഞങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അതിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇതൊക്കെ കുറച്ചുകൂടി ഡയറക്റ്റ് മെത്തേഡ് തന്നെയായിരിക്കും നല്ലത് പഠിക്കുന്നത്. ഈ മോഡൽ കൂടി കേട്ടോ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ്. ഇവിടെ നിങ്ങൾക്ക് ട്രിക്കിൻ്റെ കാര്യം ആവശ്യമുണ്ട് തോന്നില്ല, എല്ലാ തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ 10 പേന വിൽക്കുമ്പോൾ അതായത് എന്ത് ചെയ്തു, 2 പേനയുടെ വില ലാഭമായിട്ട് കിട്ടുന്നു. ഓക്കെ, എങ്ങനെയാണ് പറഞ്ഞത്, ഒരാൾ 10 പേന വിൽക്കുന്നുണ്ട്, ക്ലിയർ ആണേ. അങ്ങനെയാണ് 2 പേനയുടെ വില എന്ത് ചെയ്തു ലാഭമായിട്ട് കിട്ടുന്നു. ഇങ്ങനെയുള്ള എല്ലാ കേസിലും നിങ്ങൾ പേനയുടെ വില 1 രൂപ എന്നങ്ങ് എടുത്താൽ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റും നിങ്ങൾക്ക് ആ കേസ്. ഓക്കെ, 1 രൂപ എന്ന് എടുക്കുക, പേനയുടെ വില 1 രൂപയായിട്ടാണ് എടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ 10 പേന വിൽക്കുമ്പോൾ നോക്കേ, 10 രൂപക്ക് വിൽക്കുമ്പോൾ 2 രൂപ ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ അയാളുടെ വാങ്ങിയ വില എത്രയായിരിക്കും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞേ. എന്തെങ്കിലും ആവട്ടെ, 10 രൂപക്ക് വിൽക്കുമ്പോൾ അയാൾക്ക് 2 രൂപ എന്താ ലാഭം. ഇപ്പോൾ വാങ്ങിയ വില എത്രയായിരിക്കും, എത്ര രൂപ? 102/100 ആണോ? അല്ലല്ല, വാങ്ങിയ വില എത്രയാണെന്നുള്ളത് ഞാൻ പറയാണ്. എല്ലാത്തിന്റെ വില 1 രൂപയാണ്, പേനയുടെ ഒക്കെ വില 10. അതായത് 10 രൂപക്ക് വിൽക്കുമ്പോൾ 2 ലാഭം കിട്ടുന്നുണ്ട്, 2. അപ്പോൾ എത്ര എപ്പോഴും വാങ്ങിയ വിലനേക്കാൾ കൂട്ടിയിട്ട് വിൽക്കണ്ടേ ലാഭം കിട്ടണമെങ്കിലേ. വാങ്ങിയ വിലയേക്കാൾ എന്ത് ചെയ്യണോ, കൂട്ടി വെക്കണം. അപ്പോൾ വാങ്ങിയ വില എത്ര കറക്റ്റായിട്ട് വരുക, വാങ്ങിയ വില വാങ്ങിയ വില 8. നോക്കിയേ, വാങ്ങിയ വില 8, വിറ്റ വില 10. ഇപ്പൊ കറക്റ്റ് അല്ല ക്വസ്റ്റ്യൻ. വാങ്ങിയ വില 8, വിറ്റ വില 10, എത്ര ലാഭം? കറക്റ്റായിട്ട് കിട്ടിയില്ല, ലാഭം 2 രൂപ. ഇത് ക്വസ്റ്റ്യൻ കറക്റ്റായി. ഇനി നിങ്ങൾക്ക് ലാഭശതമാനം കണ്ടുപിടിക്കുന്ന അറിയാം. ഓക്കെ, എപ്പോ ഇങ്ങനെ എടുത്താൽ മതി, അതായിരിക്കും എപ്പോ നല്ലത്. ഇപ്പൊ 10 പേന എങ്ങനെ സാർ ഒന്നുകൂടി പറയോ? ഇപ്പൊ നോക്കിക്കോളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കാം. 10 ഒരു പേനയുടെ എല്ലാത്തിൻ്റെയും വസ്തു തന്നിരിക്കുന്ന എത്രയാണോ അത് 1 രൂപയായിട്ട് എടുക്കും അതിന്. ഓക്കെ, ഒന്നിൻ്റെ കേസ് 1 രൂപയാണ്. അപ്പോൾ ഒരു പേനക്ക് 1 രൂപ. അപ്പം ചിന്തിക്കാൻ കുറേ കൂടി എളുപ്പമാവും. അപ്പം ഞാൻ കച്ചവടക്കാരൻ എന്താ ചെയ്തത്, 10 പേന വിൽക്കുമ്പോൾ 2 പേന വില ലാഭമായിട്ട് കിട്ടി. അതായത് 10 രൂപ, ഇങ്ങനെ ചിന്തിച്ചാൽ എന്ത് കിട്ടും, 10 രൂപക്ക് വിൽക്കുമ്പോൾ എന്ത് ചെയ്തു, 2 രൂപ ലാഭം. ഈ കേസിൽ നിങ്ങൾക്ക് 10 രൂപക്ക് വിൽക്കുമ്പോൾ 2 രൂപ ലാഭം. അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില വിറ്റ വില എന്നാണെന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. 10 രൂപക്ക് വിൽക്കുന്നുള്ള ഓൾറെഡി തന്നിക്കുക. അപ്പോൾ വിറ്റ വില എത്രയായിരിക്കും, എപ്പോഴും 10 തന്നെ ആയിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ വാങ്ങിയ വിലയോ ഒന്നുമില്ല, ഇതങ്ങ് നമ്പറങ്ങ് കുറച്ചാൽ മതി, 10ന്ന് 2 കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടുമോ, 8. അപ്പോൾ 8 രൂപക്ക് വാങ്ങിയിട്ട് 10 രൂപക്ക് വിറ്റാലേ എന്ത് കിട്ടൂ, 2 രൂപ ലാഭം കിട്ടും. അങ്ങനെ ഇത് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഇനി നിങ്ങൾ പറ, ലാഭശതമാനം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ലാഭശതമാനം എങ്ങനെയാണ് കാണുന്നത്, ലാഭം ഡിവൈഡ് ബൈ 100 വാങ്ങിയ വില into 100. ഇൻറ്റു 100. ലാഭം എത്ര എവിടെ, 2. വാങ്ങിയ വില എത്രയാ, 8 ഇൻറ്റു 100. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും, 2 8ൽ 4 പ്രാവശ്യം 100 ഡിവൈഡ് ബൈ 4 ചെയ്യാം. അപ്പോൾ എത്ര ഉണ്ടാവും, 25%. ഓക്കെ, 25%. ഇനി നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചെന്നാൽ ഇക്വേഷൻ ഓർത്ത് വെച്ചോ. ഇപ്പോൾ എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി സാധനങ്ങളുടെ വില ലാഭമായിട്ട് കിട്ടിയാൽ ലാഭശതമാനം നടന്ന എത്രയായിരിക്കും, ബി ഡിവൈഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു 100. ഓക്കെ, ഇവിടെ അതാ ചെയ്തത്. ഇവിടെ ബി എന്ന് പറയുന്നത് 2 പേനയാണ്. ഇപ്പോൾ 2 ഡിവൈഡ് ബൈ എ മൈനസ് ബി എന്ന് പറയുന്നത് നോക്കിക്കോ, നിങ്ങളൊന്ന് ഇവിടെ നോക്കിയേ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 10 മൈനസ് 8. ലാഭശതമാനം ബി ഡിവൈഡ് ബൈ എ മൈനസ് ബി. 10 ഇവിടെ ചെയ്ത് 10 മൈനസ് 2 ചെയ്തിട്ടാണ് ഇവിടെ 8 കിട്ടുന്നത് കേട്ടോ. ഒന്നെങ്കിൽ ഇക്വേഷൻ ഈ ഒന്നെങ്കിൽ ട്രിക്ക് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ മാറ്റി എഴുതുന്നതായിട്ട് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കിക്കോട്ടെ. നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ പ്രീവിയസിൽ. ജസ്റ്റ് അത് നോക്കാം. ഓക്കെ, നിങ്ങളെ പ്രീവിയസിൽ 209
സ്പീഡ് ചെയ്യണം. ചില ക്വസ്റ്റ്യനൊക്കെ സിമ്പിളാണ്, വേഗം നിങ്ങൾ ചെയ്ത് പറഞ്ഞാണ് ആൻസർ. ഒരു കച്ചവടക്കാരൻ ഒരു പുസ്തകം 12% ലാഭത്തിന് വിറ്റപ്പോൾ 560 കിട്ടി. പുസ്തകത്തിൻ്റെ വാങ്ങിയ വില എന്ത്? ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞേ. കുറച്ച് ചിന്തിച്ചിട്ട് ചെയ്താൽ മതി, അങ്ങനെ അങ്ങനെ റെഡിയായി വരും. അഞ്ഞൂറാണോ? നോക്കാം. മറ്റുള്ളവർക്ക് കിട്ടിയാ ആർക്കെങ്കിലും? ഓക്കെ. അപ്പം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഞാൻ പറഞ്ഞു, എപ്പോഴും ലാഭശതമാനം അല്ലെ നഷ്ടശതമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിനു വെച്ചിട്ടാ, എന്തിന് ബേസ് ചെയ്തിട്ടാ? അപ്പോൾ വാങ്ങിയ വില ഇൻറ്റു ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 12% ലാഭ അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതണം? അതെത്രയാ? അപ്പോൾ അങ്ങനെ വിറ്റപ്പോൾ എത്ര രൂപക്കാണ് വിൽക്കുന്നത്? ഇങ്ങനെ വിൽക്കുമ്പോൾ എത്ര രൂപക്കാണ് വിൽക്കുന്നത്? 560 രൂപക്ക്. ഓക്കെ, ഈക്വേഷൻ എഴുതുന്ന ക്ലിയർ ആണ്. നോക്കിയേ, വാങ്ങിയ വിലേൻ്റെ 12% കൂട്ടി വിറ്റു. അങ്ങനെയാണെങ്കിൽ 560 രൂപക്കാണ് വിൽക്കുന്നത് അയാൾ. അതാണ് ഞാൻ ഇക്വേഷൻ ആക്കി എഴുതിയത്. വാങ്ങിയ വില 112/100 = 560. അപ്പോൾ വാങ്ങിയ വില എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ വാങ്ങിയ വില ആൻസർ കിട്ടി. വാങ്ങിയ വില = 2 നമ്പർ വലത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 560 × 100 ഡിവൈഡ് എത്ര കിട്ടും? 112. മിക്കവാറും തരുന്ന സംഖ്യ ഡയറക്റ്റ് ഹരിച്ചു പോകുന്ന സംഖ്യകളൊക്കെ തരും കേട്ടോ മിക്കവാറും കേസിൽ. ഈ 112 560 എത്ര പ്രാവശ്യം പോകുന്നു അറിയോ നിങ്ങൾക്ക്? 5 പ്രാവശ്യം. കാരണം ഇതെന്നാ ചിന്തിച്ചാൽ മതി, 12 60 5 പ്രാവശ്യം പോകും. ഓക്കെ, ഏകദേശം ആ ഒരു കത്തൽ നിങ്ങൾ കത്തിയാൽ തന്നെ കിട്ടും. പിന്നെ 100 5 പ്രാവശ്യം പോയാൽ 500 ആയി. അപ്പോൾ 560. ഓക്കെ, ബാക്കി എത്ര വരും? 5 × 100 ചെയ്താൽ 500. റെഡിയാണേ? അങ്ങനെ 500 കിട്ടും. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഇങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓപ്ഷൻ ABCD എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിലേതോ ഒന്നാണല്ലോ വാങ്ങിയ വില, അത് എങ്ങനെയാണ് വിൽക്കുന്നത്? 12% ലാഭത്തിന്. അപ്പോൾ ഓപ്ഷനിലുള്ള ഏതോ നമ്പർ എടുത്തിട്ട് അതിൻ്റെ 12% കൂട്ടി വിറ്റാൽ 560 കിട്ടും. ആ രീതിയിലുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, എന്താ പറഞ്ഞത്? ഓപ്ഷനിൽ ഏതോ ഒന്ന് വാങ്ങിയ വിലയാണ് 500, 450, 550, 520 ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും 12% കണ്ടോക്കിയിട്ട് അതിനോട് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണോ? 560 കിട്ടുന്ന ആൻസർ ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. പക്ഷെ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്, അതൊക്കെ ടൈം പോവും, ഒത്തിരി ടൈം പോവും. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം, എന്നാൽ തന്നെ നിങ്ങൾക്കത് മൈൻഡിൽ ഉറച്ചു വരും. ഇത് നോക്കിയതാ, ഒരു കച്ചവടക്കാരൻ 11 രൂപയ്ക്ക് ഒരു കളിപ്പാട്ടം വിറ്റപ്പോൾ 1 രൂപ ലാഭം കിട്ടി. എങ്കിൽ ലാഭശതമാനം എത്ര? ഇതൊക്കെ ഭയങ്കര സിമ്പിളായി, ചിന്തിച്ചാൽ മതി. 10%. ശ്രദ്ധിച്ച് ഇതിൽ നോക്ക്. ഇതിലെങ്ങനെയാ നമ്മൾ പെട്ടെന്ന് ചെയ്യുക? എങ്ങനെയാ? 11 രൂപക്ക് കളിപ്പാട്ടം വിറ്റപ്പോൾ എന്ത് കിട്ടി? 1 രൂപ ലാഭം കിട്ടി. അങ്ങനെ അയാളുടെ വാങ്ങിയ വില നമുക്ക് എന്തായിട്ട് എടുക്കാം? പറ, വാങ്ങിയ വില 11 - 1. നോക്കേ, വാങ്ങിയ വില 10, വിറ്റ വില എത്രയാ? 11. അപ്പൊ ലാഭം എത്രയാ? 1. കറക്റ്റ് ആണല്ലോ, ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെ ആയി വന്നു. അപ്പോൾ വാങ്ങിയ വില 10 ആയിരിക്കും. അപ്പോൾ 11 ഒന്ന് കുറച്ചാൽ മതി. അല്ലപ്പോൾ അങ്ങനെ വരും കേട്ടോ, ജസ്റ്റ് 11 ഒന്ന് കുറക്കുക, ലാഭമാണെങ്കിലാണേ. അപ്പോൾ വാങ്ങിയ വില 10 ആയിരിക്കും, കാരണം വിറ്റ വില 11, ലാഭമൊന്നും കിട്ടി. ആ രീതിയിൽ വാങ്ങിയ വില 10 ആവാനേ വഴിയുള്ളൂ. നോക്ക്, ഈ കൺസെപ്റ്റ് ക്ലിയർ ആയി നോക്കി. നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം. 11 രൂപയ്ക്ക് ഒരു കളിപ്പാട്ടം വിറ്റ്
1 രൂപ ലാഭം കിട്ടി. ഓക്കെ, അങ്ങനെ 1 ലാഭം കിട്ടണേ എന്തായിരിക്കും? വാങ്ങിയ വിലയേക്കാൾ 1 രൂപ കൂട്ടണം അല്ലേ? വാങ്ങിയ വിലയേക്കാൾ 1 രൂപ കൂട്ടിയിട്ട് വിറ്റാലേ ലാഭം കിട്ടുമോ? അപ്പോൾ വാങ്ങിയ വില 10 എന്നാലേ 1 രൂപ കൂട്ടിയാൽ 11 ആവും. ഇനി ഇതിൻ്റെ ലാഭശതമാനം കാണുന്നത് നിങ്ങൾക്കറിയാം. അതെങ്ങനെയാണ് ലാഭശതമാനം കാണുന്നത്? ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പോൾ ലാഭം എന്ന് പറയുന്നത് എവിടെ? 1/100 ബൈ 10 ഇൻറ്റു 100. ഓക്കെ, 10 100 10 പ്രാവശ്യം 10%. 10% നഷ്ടം. റെഡി? എന്ത് ചെയ്താൽ മതി? ആ 11 വിറ്റ നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. നമ്പർ ഏതാണെന്ന് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ നമ്പർ കിട്ടും. പക്ഷെ അത് ക്ലിയർ ആവണം. ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ള ക്ലിയർ ആവണം. ക്വസ്റ്റ്യനായിട്ട് മാച്ച് ചെയ്തിട്ട് വരണം നമ്മൾ പറയുന്നത് എപ്പോഴും. ഇവിടെ കേസിൽ ഇതിവിടെ ഇപ്പോൾ കച്ചവടക്കാരെ 11 രൂപ എന്നാണ് തന്നെ. എല്ലാം ഇപ്പോൾ രൂപ എന്ന് തരണമെന്നില്ല. ഞാൻ നേരത്തെ പെൻസിലിൻ്റെ കേസ് എടുത്ത പോലെയായിരിക്കും ചിലപ്പോൾ തരുന്നത്. ഒരു കച്ചവടക്കാരൻ 11 പെൻസിൽ വിറ്റപ്പോൾ എന്ത് ചെയ്തു? ഒരു പെൻസിലിൻ്റെ വില ലാഭം കിട്ടി എന്ന് തന്നാൽ ഇതേ സംഭവം തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതേ സംഭവം തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കേസ് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ചെയ്യാൻ പറ്റണം. ഇനി നിങ്ങൾക്കത് ഇക്വേഷൻ പഠിച്ചു നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വെച്ചോട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നാൽ അത് ഇക്വേഷൻ തന്നെ വെച്ചിട്ട് പഠിച്ചാൽ മതി. ആ a - b എന്നുള്ള ഇക്വേഷൻ, ഇത് ഇക്വേഷൻ വെച്ചിട്ട് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ 1 ഡിവൈഡ് ബൈ എന്ത് കിട്ടും? ഇവിടെ b ഡിവൈഡ് ബൈ a - b × 100 ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? b എന്ന് വെച്ചാൽ ഇതാ 1 ആണ്. അപ്പോൾ 1 ഡിവൈഡ് ബൈ 11 - 1 ഇൻറ്റു 100 നമ്മൾ ചെയ്ത പോലെ തന്നെയാവും. 1/10 ഇൻറ്റു 100 ആവും. ഈക്വൽ ടു 10 എന്ന് കിട്ടും കേട്ടോ. ഈ ഇക്വേഷൻ ട്രിക്ക് അധികം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം എന്ന് വെച്ചാൽ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. എ ആണോ ബി ആണോ നമ്പർ ഏതാണെന്നൊക്കെ കൺഫ്യൂഷൻ വരും. ഇപ്പോൾ നല്ലത് എങ്ങനെ ഉപയോഗിക്കുക, എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനുള്ള പോലെ മാറ്റി എങ്ങനെ എഴുതുക എന്നുള്ളത് ക്ലിയർ ആയാൽ കുറേ കൂടി പെട്ടെന്നായിരിക്കും. നോക്കി, ഇനി നമുക്ക് ഇതിൽ 166 ക്വസ്റ്റ്യൻ ഉണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടുതരും കേട്ടോ. നമുക്ക് എന്തായാലും ഫുള്ള് ചെയ്യാൻ എന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. ഗ്രൂപ്പിൽ കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഗ്രൂപ്പിൽ ചെയ്യണം. ഇതെന്താ ചെയ്യുക? കച്ചവടക്കാരൻ 450 രൂപക്ക് വാങ്ങിയ പുസ്തകം 500 രൂപക്ക് വിറ്റാൽ എത്ര ശതമാനം ലാഭം? വേഗം പറഞ്ഞത് ഇതൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞ 20%. എല്ലാവരും കിട്ടിയാ? ആ, ഓക്കെ, ചെയ്യണേ, എല്ലാവരും ചെയ്യണേ. ഞാൻ ചെയ്തിട്ട് പോകണേ. നമുക്ക് ടൈം അത്ര കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടും തന്നിട്ടുണ്ട്. വാങ്ങിയ വിലയും തന്നിട്ടുണ്ട്, വിറ്റ വിലയും തന്നിട്ടുണ്ട്. ഓക്കെ, ലാഭശതമാനം ചോദിക്കുന്നത്. ലാഭശതമാനം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ? ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ഇവിടെ എത്രയാണ് ലാഭം? ലാഭം കാണണമെങ്കിൽ നിങ്ങൾ 540 ഏത് കുറക്കണോ? 450 90 കിട്ടും. കുറക്കണം. യെസ്, ഡിവൈഡ് ബൈ വാങ്ങിയ വില വെക്കണേ. താഴെ വാങ്ങിയ വിലയാണ് വെക്കേണ്ടത്, മറന്നുകൊണ്ടാ തെറ്റിപ്പോകും അല്ലെങ്കിൽ. അപ്പോൾ 450 രൂപക്കാണ് വാങ്ങിയത്. അപ്പോൾ താഴെ 450 എന്ന് വെക്കുക ഇൻറ്റു 100. അപ്പോൾ 540 450 കുറച്ചാൽ ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട് 90 കിട്ടും മുകളിൽ. ഡിവൈഡ് ബൈ 450 ഇൻറ്റു 100. അപ്പോൾ എത്ര ഉണ്ടാവും? 0 ഇവിടെയും പോയി. 9 45 എത്ര പ്രാവശ്യം പോകും? 5. അപ്പോൾ 100 ഡിവൈഡ് ബൈ 5 എന്നാവും ഇത്. 100 ഡിവൈഡ് ബൈ 5 എത്രയാ? 20. 20% ഇതിൻ്റെ ലാഭം. ഇത് ഇങ്ങനെ നോക്കിക്കൂടെ? 450ന്റെ ആ, അങ്ങനെ നോക്കാം. 540 മൈനസ് 450. യെസ്, അങ്ങനെ നോക്കാം. 450ന്റെ 10% 90. അപ്പൊ 450 40 10%. അപ്പൊ 90 20%. യെസ് യെസ്, അങ്ങനെ നോക്കാം. ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെയൊക്കെ കിട്ടുവേ, ഒരു കുഴപ്പമില്ല. അങ്ങനെ കണ്ടുപിടിക്കാം. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കുറച്ചുകൂടി ടഫായിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കുക. ഇതൊക്കെ ഡയറക്റ്റ് എന്ത് ചെയ്താണ്? കേസ് അങ്ങനെ തന്നെ എടുത്തിട്ട് ചോദിക്കുന്നതാണ്. ഇതെങ്ങനെ ചെയ്യാം? ഒരു വ്യക്തി 11 കളിപ്പാട്ടങ്ങൾ 100 രൂപക്ക് വാങ്ങുകയും ഒരു കളിപ്പാട്ടത്തിന് 11 രൂപ നിരക്കിൽ വിൽക്കുകയും ചെയ്തു.
അദ്ദേഹത്തിൻ്റെ ലാഭശതമാനം എത്ര? ജസ്റ്റ് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും ഇപ്പോൾ ഒരു ഷോപ്പ് ഓണറില്ലേ, നമുക്ക് ഷോപ്പിലേക്ക് ചിലപ്പോൾ അയാൾ നോക്കിക്കോ, ഇത് ഷോപ്പ് ഓണറാണെന്ന് ഇരിക്കും, ഷോപ്പിലേക്ക് അയാൾ കുറേ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരും അല്ലേ, കുറേ വസ്തുക്കൾ വിൽക്കുകയും ചെയ്യും. നമ്മളെപ്പോഴും ലാഭമല്ലേ നഷ്ടം കണക്കാക്കുന്നത് ഒരു വസ്തുവിനെ വെച്ചിട്ടായിരിക്കും കേട്ടോ, ഒരു വസ്തുവിനെ വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ഇയാൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു 15 ബാഗ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് 10 ബാഗ് വിറ്റ കാര്യമായിരിക്കും നമ്മളോട് പറയുന്നത്. എന്താ ഞാൻ പറഞ്ഞത്, അയാൾ ഇവിടെ പോയിട്ട് 15 ബാഗ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ വിറ്റ ബാഗ് 10 ബാഗിൻ്റെ കാര്യമാണ് നമ്മളോട് പറയുന്നത്. പക്ഷെ നമ്മൾ ലാഭം നഷ്ടം കണക്കാക്കുന്ന കേസിൽ എപ്പോഴും എന്താ എടുക്കാവൂ, ഒരു ബാഗിൻ്റെ ഒന്നിന്റെ മാത്രം എടുക്കാൻ പാടുള്ളൂ. ഒന്നിൻ്റെ മാത്രം എടുത്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ 15 ബാഗിൻ്റെ വാങ്ങിയ വില നമ്മളെടുത്ത് 10 ബാഗിൻ്റെ വിറ്റ വില എടുത്ത്, അത് തമ്മിലൊരു കണക്ഷൻ ഇല്ലല്ലോ. 15 എണ്ണം വിറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. 15 ബാഗ് വാങ്ങിച്ചിട്ട് 15 ബാഗും വിറ്റിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, വാങ്ങിയ വില വിറ്റ വിലയോ ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്യാൻ ഓക്കെയാണ്. അല്ലാതെ ഇയാൾ 15 എണ്ണമായിട്ട് 10 എണ്ണം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു തമ്മിൽ. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ ഏറ്റവും എളുപ്പം എങ്ങനെയാണ്, ഒരു ബാഗിൻ്റെ കേസ് എടുക്കുക ആണല്ലോ, ഒരു ബാഗ് വാങ്ങിയത് ഒരു ബാഗ് വിറ്റത്, അത് തന്നെയായിരിക്കും 10, 100, 1000 ബാഗ് വാങ്ങുന്നത് വിൽക്കുന്നതൊക്കെ ശതമാനം അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ പറയാനുള്ള കാരണം ഈ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നോക്കിയേ, ഒരു വ്യക്തി 11 കളിപ്പാട്ടങ്ങൾ എന്ത് ചെയ്തു, 100 രൂപക്ക് വാങ്ങി. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ ഒരു കളിപ്പാട്ടത്തിൻ്റെ വില എത്രയാണെന്നുള്ളത്, വാങ്ങിയ വില 100/11. കറക്റ്റ് ആയിട്ട് സംഖ്യ കിട്ടില്ലല്ലോ. ഇല്ല, കറക്റ്റായിട്ട് കിട്ടൂല. അതാണ് ഇപ്പോൾ അങ്ങനെ തന്നെ വെക്കാനേ വയ്യുള്ളൂ. ഒരു കളിപ്പാട്ടത്തിൻ്റെ വില എന്ന് പറയുന്നത് 100/11 ആണ്. മനസ്സിലായി? വാങ്ങിയ വിലയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വാങ്ങിയ വിലയാണ് ഇത്, വാങ്ങിയ വില. ഓക്കെ, ഇനി അടുത്ത കേസ് വായിച്ചു നോക്കി നിങ്ങൾ. ഒരു കളിപ്പാട്ടത്തിന് എത്ര രൂപ നിരക്കിലാണ് വെക്കുന്നത്? 11 രൂപ. അപ്പം വിറ്റ വില ഒരു കളിപ്പാട്ടത്തിന്റെ വിറ്റ വില എത്രയാ? 11. അപ്പം ഇപ്പം ഇനി ചെയ്യാൻ നിങ്ങൾ ഇനി ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലാതെ 11 കളിപ്പാട്ടത്തിന്റെ കേസും ഒരു കളിപ്പാട്ടം വിറ്റ നിരക്കും വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ലാഭം നഷ്ടമോ കണക്കാക്കരുത്. 11 കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് 11 എണ്ണം വിൽക്കുന്ന കേസ് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇയാൾ 11 എണ്ണം വാങ്ങിച്ചിട്ട് നമ്മളോട് പറയുന്നത് എന്ത് ചെയ്യാണ്, ഒരു കളിപ്പാട്ടം വിറ്റതിൻ്റെ കാര്യമാണ് നമ്മളോട് പറയുന്നത്. അപ്പം നിങ്ങൾ എന്തെടുത്താൽ മതി, ഏത് കേസ് തന്നാലും 1 എത്രയാണോ വരുന്നത്, 1ൻ്റെ വാങ്ങിയ വില 1ൻ്റെ വിറ്റ വില, ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണ്? അപ്പോൾ നമ്മളൊരു ലാഭശതമാനം ചോദിച്ചിരിക്കുന്നത്. ലാഭശതമാനം എന്ന് വെച്ചാൽ എന്താ, ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പോൾ ഇവിടത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഈ 100/11 ഇല്ലേ, അത് കംപ്ലീറ്റ് അരിച്ചു പോകില്ല. അരിച്ചു പോകും, നിങ്ങൾ ഡെസിമൽ പോയിന്റ് ആയിട്ട് മാറും. ഡെസിമൽ പോയിന്റ് ആയിട്ട് മാറാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഭിന്നസംഖ്യകൾ നന്നായിട്ട് ചെയ്യുന്ന അറിയണം ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പം ലാഭം എന്ന് പറയുന്നത് എത്ര വരിക, എന്താ ചെയ്യേണ്ടത് നോക്കേ. ലാഭം എപ്പോൾ ഉണ്ടാകുന്നപ്പോൾ വിറ്റ വിലയാണോ വാങ്ങിയ വിലയൊക്കെ കൂടുതൽ? വിറ്റ വില. അപ്പോൾ 11 മൈനസ്, ഓക്കെ ഞാൻ ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ഇവിടെ 11 മൈനസ് ഏതാ ചെയ്യേണ്ടത്, 100 ഡിവൈഡ് ബൈ 11 ഡിവൈഡ് ബൈ എന്താ ചെയ്യേണ്ടത്, വാങ്ങിയ വില. വാങ്ങിയ വില എത്രയാ, 100/11 ഇൻറ്റു 100. കണ്ടോ, ഈ സാധനം ചെയ്യേണ്ടതുകൊണ്ടാണ് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. 100/11 9 പോയിന്റ് അങ്ങനെ ഇടാൻ പറ്റുമോ? 9 പോയിന്റ് കറക്റ്റ് ആയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? 100/11 സ്റ്റോപ്പ് ചെയ്യൂല. അപ്പൊ അതിലും എളുപ്പം ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇത് പെട്ടെന്ന് ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന അറിഞ്ഞാൽ മാത്രം മതി. ഈ 11നെ 11/1 എഴുതുക. ഭിന്നസംഖ്യകളെ കുറക്കുന്ന അറിയോ? എങ്ങനെയാ കുറക്കുന്നത് ഭിന്നസംഖ്യ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 11 11 മൾട്ടിപ്ലൈ എത്ര വരുമോ? 121 മൈനസ് 1 100 മൾട്ടിപ്ലൈ ചെയ്യാം എത്ര വരുമോ? 100 ഡിവൈഡ് ബൈ താഴെ 1 11 മൾട്ടിപ്ലൈ ചെയ്യാം എത്ര വരുമോ? 11. പിന്നെ ഹോൾ ഡിവൈഡ് ബൈ ഒരു 100/11 ഉണ്ട്. ഇതൊക്കെ വെട്ടിപ്പോകുന്ന രീതിയിലായിരിക്കും എപ്പോഴും വരിക കേട്ടോ, എപ്പോഴും വരിക വെട്ടിപ്പോകുന്ന രീതിയിലായിരിക്കും.
ഇൻറ്റു ഒരു 100 വരും, കാരണം നമ്മൾ പെർസെൻറ്റേജിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ഇത് മാറ്റി എഴുതിയാൽ എത്ര കിട്ടും? 101 100 കുറച്ച് എത്രയാ? എത്ര വരിക? 101 100 കുറച്ചാൽ 20 പറടോ. 101 100 കുറച്ചാൽ 21 ഡിവൈഡ് ബൈ 11 ഓൾ ഡിവൈഡ് ബൈ 100/11 ഇൻറ്റു 100. നിങ്ങളൊന്നും ചിന്തിക്കട്ടെ, ഈ കേസ് വരെ എത്തിയാലില്ല, ഇതായിരിക്കും ആൻസർ മുകളിൽ നിൽക്കുന്നത്. ഓക്കെ, മുകളിൽ കിടക്കുന്ന ഈ നമ്പർ ആയിരിക്കും എപ്പോൾ ആൻസർ വരിക. ഇതിപ്പോൾ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, ഈ 100 താഴെയുള്ള 100/11 ഇല്ലേ, അത് തിരിച്ചിടുമ്പോൾ എന്തായിട്ട് മാറും? അത് 11/100 ആവും. തിരിച്ചെഴുതുകയെന്ന് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്ത് ചെയ്യാണ്, ഹരിക്കുന്നതാണ്. അപ്പോൾ തിരിച്ചെഴുതണം, വ്യുൽക്രമം എടുത്ത് എഴുതണം. അപ്പോൾ 100/11 11/100 എന്നാവും. അപ്പോൾ ഒരു ഗുണിക്കണം 11 100 ഇവിടെ ഇത് ഈ 100ഉം ഈ 100ഉം വെട്ടിപ്പോവും, 11 വെട്ടിപ്പോവും. അപ്പോൾ ലാസ്റ്റ് ആൻസർ 21 എന്ന് വരും. അപ്പോൾ ഇത് ഫുള്ള് ചെയ്യേണ്ട, ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മുകളിലത്തെ സംഖ്യ മാത്രം കണ്ടുപിടിക്കുക കേട്ടോ. 100% ആണ്, ഇങ്ങനെ വരും. അത് മുകളിലത്തെ സംഖ്യ മാത്രം എത്രയില്ല എത്തുന്നത് നോക്കുക നിങ്ങൾ. ബാക്കിയൊന്നും ചെയ്യണ്ട, ബാക്കിയൊന്നും ചെയ്യാൻ അറിയില്ല, ഒന്നും ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 21 എത്തിയില്ല, അപ്പോൾ 21% എന്ത്, അതിൻ്റെ ലാഭശതമാനം. കാരണം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വാങ്ങിയ വിലയും വിറ്റ വിലയും കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് അറിയാം. എന്നിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വിട്ട് കളയരുത് ഒരു തരത്തിലും. വാങ്ങിയ വിലയും വിറ്റ വിലയും നിങ്ങൾ കണ്ടുപിടിക്കുന്ന അറിയാം, നിങ്ങളത് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കളിപ്പാട്ടത്തിൻ്റെ വാങ്ങിയ വിലയും വിറ്റ വിലയും കണ്ടുപിടിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആകെ കണ്ടുപിടിക്കേണ്ട ലാഭശതമാനമാണ്. ഇക്വേഷൻ അറിയാം, പിന്നെ വിട്ട് കളയരുത് ക്വസ്റ്റ്യൻ. ഭിന്നസംഖ്യകൾ വരും, ഒന്നും നോക്കണ്ട. ഭിന്നസംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മുകളിലൊരു സംഖ്യ വരുന്ന എത്രയാണോ അതായിരിക്കും ആൻസർ. ധൈര്യമായിട്ട് കുത്തിക്കോ. ഓക്കെ, 9 മണിക്ക് ക്ലാസ്സിലുള്ളവർക്കുള്ള ലിങ്ക് ഇട്ടാണെന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്യുക ഗ്രൂപ്പിലിടാം കേട്ടോ. ഇതിൻ്റെ ഇന്ന് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ആരൊക്കെ 1 2 3 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിക്കോന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേപോലെ നിങ്ങൾ പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻ നോക്കുക. ഇതിൻ്റെ PDF ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, പേജ് നമ്പർ വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം, നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പമാവും. എൻ്റെ കയ്യിലുണ്ട് എല്ലാ ക്വസ്റ്റ്യൻ ഏത് പേജിലാണ് ഉള്ളതെന്നുള്ളത്. എന്നിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം. ഗ്രൂപ്പിലൊന്ന് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഒന്നുകൂടി ഒന്ന് കത്തും. റെഡിയാണ്. പ്രോഫിറ്റ് ലോസ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത PDF ഇട്ടത് 2 ദിവസം മുന്നാണ്. വേണം ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഈ PDF ഇട്ടുതരാം ഞാൻ. പിന്നെ പ്രോഫിറ്റ് ലോസിൻ്റെ ക്വസ്റ്റ്യൻസ് ഏത് പേജിലുള്ളതെന്ന് ഞാൻ ഇട്ടുതരാം കേട്ടോ. ആ PDF ഏത് പേജിലുള്ളതെന്നുള്ളത്. കാരണം ഇത് കുറേ 5-6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്, മാത്സ് ഫുള്ള്. അപ്പോൾ ഗ്രൂപ്പിൽ ചോദിക്കുന്നതിനോട് ബുദ്ധിമുട്ടില്ലല്ലോ, അങ്ങനെ എഴുതി വിട്ടാൽ മതി. ചോദിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല. ചില ടൈമിൽ ഞാൻ പുറത്താണെങ്കിൽ എഴുതാനാവില്ല, അപ്പം ഞാൻ ചിലപ്പോൾ വോയിസ് വീട്ടിലെത്തുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു അത് സോൾവ് ചെയ്തിട്ട് അതും ക്ലിയർ ആയിട്ടില്ല. നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് ലാസ്റ്റ് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നിർത്തുവാണേ. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം, നമുക്കൊരു ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ട് വെക്കാം. ഞാനൊന്ന് പറയാം, ഇതുവരെ എടുത്തതിൻ്റെ ഒക്കെ ഒന്ന് ഡൗട്ട് ക്ലിയറിംഗ് എന്നുള്ള സെഷൻ ഒന്ന് വെക്കാം. അങ്ങനെ വെച്ചാൽ മതി. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്ന ഇതില്ലേ ലാസ്റ്റില്. പറ്റുവാണെങ്കിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ കുറേ പേരുണ്ടെങ്കിൽ നമുക്കൊരു സെഷൻ ആയിട്ട് ഓക്കെ. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണേ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.